തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്തു. ഡ്യൂട്ടി ഡോക്ടറുടെ അനാസ്ഥയെന്ന ബന്ധുക്കളുടെ പരാതിയിലാണ് കേസ്. മൃതദേഹം വിട്ടു നൽകുന്നത് വൈകിയെന്നാരോപിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ ശവപ്പെട്ടിയുമായി ബന്ധുക്കൾ പ്രതിഷേധിച്ചു. പവിത്രയുടെ 8.5 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു ഈ മാസം 17-നാണ് മരിച്ചത്. 24 ആണ് ആശുപത്രിയുടെ അനാസ്ഥ പുറത്തു കൊണ്ടുവന്നത്. MG പ്രതീഷ് വിവരങ്ങൾ വച്ചിരുന്നു. പ്രതീഷ്, ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം വിട്ടുകിട്ടുന്നതിൽ വരെ അനാസ്ഥ ഉണ്ടാവുന്നു. അതിൽ ഒരു കുഞ്ഞ് ശവപ്പെട്ടിയുമായി അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നു. മൊത്തത്തിൽ വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ് അത് തുടക്കം മുതൽ. പ്രതീഷ്, ഹാഷ്മി, തീർച്ചയായും കുഞ്ഞിന്റെ മൃതദേഹം കിട്ടുന്നതിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. അല്പസമയം മുമ്പ് ഈ കുഞ്ഞിന്റെ ഓട്ടോപ്സി നടപടികൾ തുടങ്ങിയെന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്ന വിവരം. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നതാണ്. കാരണം ആദ്യം ചികിത്സ നടത്തിയിരുന്നത് തൈക്കാട് ആശുപത്രിയിലായിരുന്നു. അവിടെ വെച്ചാണ് ഒരു അനാസ്ഥ സംഭവിച്ചതായി കുടുംബം ആരോപിച്ചത്. അവിടെ നിന്നുള്ള ചില ചികിത്സാ രേഖകൾ കൂടി കിട്ടിയാൽ മാത്രമേ ഓട്ടോപ്സി നടപടികൾ തുടരാൻ കഴിയൂ എന്നതാണ് നിലവിൽ ഇപ്പോൾ ഈ മോർച്ചറിയിൽ നിന്നുള്ള ഡോക്ടർമാർ അടക്കം അറിയിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർ, കുടുംബം, മാതാവ്, പിതാവ് അടക്കം വലിയ പ്രതിഷേധത്തിലാണ് നിലവിൽ. ഇന്ന് അല്പസമയം മുമ്പാണ് ഈ കുഞ്ഞിന്റെ ശവപ്പെട്ടിയുമായി പിതാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. 17-ാം തീയതിയാണ് ഈ കുഞ്ഞ് മരിച്ച് കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുന്നത്. ഈ 17-ാം തീയതി കഴിഞ്ഞ് ഇന്ന് 21-ാം തീയതി ആയിട്ടും ഈ മൃതദേഹം ഇതുവരെയും വിട്ടുകൊടുത്തില്ല. അതുകൊണ്ടാണ് ഒരു പ്രതിഷേധവുമായി തന്നെ ഈ ബന്ധുക്കൾ ഇറങ്ങിയിട്ടുള്ളത്. നിലവിൽ ഇന്ന് ഈ ഓട്ടോപ്സി നടപടികൾ നടക്കുമോ എന്ന കാര്യത്തിലും ഒരു അനിശ്ചിതത്വമുണ്ട്. കാരണം ആ ചികിത്സാ രേഖകൾ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി മറ്റ് നടപടിക്രമങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉണ്ടാകുന്നുണ്ട്. 16-ാം തീയതിയാണ് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ ബന്ധുക്കൾ തൈക്കാട് ആശുപത്രിയിൽ എത്തുന്നത്. അന്ന് അർദ്ധരാത്രിയോടുകൂടി ഈ ഗർഭിണി മാതാവായ പവിത്ര അവിടെ എത്തുകയും ഈ കുഞ്ഞിനെ ഈ മാതാവിനെ മടക്കി അയക്കുകയുമായിരുന്നു. അതായത് അവർ പറഞ്ഞ കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ടായിരുന്നു ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഒരു പെരുമാറ്റം ഉണ്ടായത്. കുഞ്ഞിന് അനക്കമില്ല എന്ന് പറഞ്ഞ് ആശുപത്രി എത്തിയ അവരെ കുഞ്ഞുറങ്ങുന്നു എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. പിറ്റേ ദിവസം നടത്തിയ സ്കാനിങ്ങിലാണ് കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തുന്നതും. പിന്നീട് 18-ാം തീയതി അനാസ്ഥ എന്നാണ് അവരുടെ ആരോപണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് അനക്കമില്ല, അത് അത്ര നാൾ അനങ്ങിക്കൊണ്ടിരുന്ന മിടുക്കനായ കുഞ്ഞാണ്. അപ്പോൾ അത് അനക്കമില്ലാതായപ്പോഴേ കൊണ്ടുപോയപ്പോൾ കുഞ്ഞ് ഉറങ്ങുകയാണ്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് പറഞ്ഞ് പരിഹസിച്ച് വിട്ടു എന്നാണ് കുടുംബം പറയുന്നത്. കുഞ്ഞ് മരിച്ചു. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിലും വൈകിക്കുന്നു. ആരെങ്കിലും ഇടപെടാൻ കഴിയുമെങ്കിൽ ഇടപെടണം. അത്രത്തോളം ഒരു നിസ്സഹായമായ കാഴ്ചയല്ലേ ഒരു കുഞ്ഞ് ചുവപ്പെട്ടുമായി അവിടെ കാത്തുനിൽപ്പ്.